പുനലൂർ ബാലൻ സ്മാരക മന്ദിരത്തിന് രൂപരേഖയായി. പുനലൂരിൻ്റെ സാഹിത്യ സബരിയയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പുനലൂർ ബാലൻ്റെ പേരിൽ ചെമ്മന്തൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ് സ്മാരക മന്ദിരം ഉയരുന്നത്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള 10 സെന്റ് സ്ഥലത്ത് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ബഹുനില മന്ദിരമാണ് നിർമ്മിക്കുക. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ബഡ്ജറ്റിൽ ബാലൻ സ്മാരക മന്ദിരത്തിനായി 3 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ചെമ്മന്തൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനുള്ളിൽ താലൂക്ക് ഹോമിയോ ആശുപത്രിക്ക് സമീപത്തായി സ്മാരക മന്ദിരം നിർമ്മിക്കുവാനുള്ള സ്ഥലം വിട്ടു നൽകിയത്. ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് 2 നിലകളിലായിട്ടാണ് സ്മാരക മന്ദിരം ഉയരുന്നത്. പുനലൂർ ബാലൻ സ്മാരക ഡിജിറ്റൽ ലൈബ്രറി, താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഓഫീസുകൾ, കോൺഫറൻസ് ഹാൾ എന്നിവയടങ്ങിയതാണ് സ്മാരക മന്ദിരം. നഗരസഭ വിട്ടു നൽകിയ സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ ബഹുനില മന്ദിരം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിൻ്റെ രൂപരേഖ തയ്യാറായതിൻ്റെ അടിസ്ഥാനത്തിൽ പുനലൂർ MLA PS സുബാലിൻ്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. അതുപോലെ ഒന്നാമത്തെ നില എനിക്ക് തോന്നുന്ന ലിഫ്റ്റിൻ്റെ കോസ്റ്റ് അതിനകത്ത് കൊടുക്കണം. മൂന്നാമത്തെ നിലയിൽ പിന്നെ കോൺഫറൻസ് ഹാൾ വരും, താഴെ ഓഫീസ് സംവിധാനം വരും. രണ്ടാമത്തെ നിലയിൽ ലൈബ്രറി എല്ലാം ഓക്കെ. രൂപരേഖ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായി പുനലൂർ TVയിൽ അവലോകന യോഗവും ചേർന്നു. PS സുബാൽ MLAയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം സംഘടിപ്പിച്ചത്. നഗരസഭാ അധ്യക്ഷ K പുഷ്പലത, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗങ്ങൾ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.